കടയിലൊക്കെ പോകുന്ന സമയത്ത് ചില സാധനങ്ങൾക്കൊക്കെ ഓഫർ കാണാറുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിനും ചോക്ലേറ്റിനും അങ്ങനെ ഓരോ സാധനങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഇതേപോലെ ഓഫർ ഉണ്ടാവണേ, അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലേക്ക് കുറേ സാധനങ്ങൾ മേടിക്കാമല്ലോ എന്നൊക്കെ കേട്ടോ. അങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോ കടയിൽ ചെല്ലുമ്പോഴൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖമായിരിക്കും കുറച്ചും കൂടി ഓർക്കുക. അങ്ങനെ ഓരോ പ്രവാസിയും അവർ ഒരു വർഷത്തെ സ്നേഹവും അവരുടെ കരുതലും ഒക്കെയാണ് നാട്ടിൽ വന്ന് പൊട്ടിക്കുന്ന ഓരോ ഗൾഫ് പെട്ടി കേട്ടോ. അതിൻ്റെ ഒരു ഗൾഫ് മണം എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിലെ സ്നേഹമാണ് കേട്ടോ അത് മുഴുവൻ. അങ്ങനെ ഇന്ന് കുറച്ച് പേര് ചോക്ലേറ്റ്സും ഗൾഫ് പെട്ടിയുടെ മണമൊന്നും ഇല്ലാതെ കുറച്ച് പേര് ഇന്ന് നാട്ടിൽ പെട്ടിയിൽ വന്ന് ഇറങ്ങിയില്ലേ. അവരെ കാത്ത് അവരുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ടായിരുന്നു എയർപോർട്ടിൽ. പക്ഷേ അവർക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവരുടെ ബാഗേജ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഓടിച്ചെല്ലാനുള്ളൊരു തിക്കോ തിരക്കോ ഒന്നുമില്ല. അവർ സമാധാനമായിട്ട് അവരുടെ പ്രിയപ്പെട്ടവരോട് ചേർന്നു. നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്, പിറ്റത്തെ തവണ വെക്കേഷൻ വരുന്ന സമയത്ത് ചിലവരെയെങ്കിലും നമ്മൾ കഴിഞ്ഞ തവണ കണ്ടവരെ കാണാറില്ല അല്ലേ. നമ്മളതൊരിക്കലും തിരിച്ചാലോചിക്കാറില്ല. അടുത്ത തവണ വെക്കേഷൻ നമ്മളെങ്ങനെയായിരിക്കും വരിക എന്ന് നമ്മളൊരിക്കലും ആലോചിക്കാറില്ല അല്ലേ. ഓരോ പ്രവാസിയുടെയും ഒരു വേദനയായിരുന്നു കുവൈറ്റിൽ മരിച്ച ഓരോരുത്തരും. ആ ന്യൂസ് കണ്ട ഒരു പ്രവാസിക്കും ഒരു കരയാതെ ആ ഒരു വീഡിയോ പോലും കണ്ടു തീർക്കാനോ ന്യൂസ് കണ്ടു തീർക്കാനോ പറ്റില്ല കേട്ടോ.